എല്ലാവർക്കും നാടൻ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഫോണിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ്. അതായത് എൻ്റെ കയ്യിലിരിക്കുന്ന റിയൽമി 10 Pro 5G എന്നുള്ളൊരു ഫോണാണ്. ഈ ഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 108 മെഗാ പിക്സൽ ബാക്ക് ക്യാമറയാണ് ഈ ഫോണിന് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും നല്ലൊരു ക്യാമറയുള്ള ഫോൺ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി കാണുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഇതാണ് ഫോണിൻ്റെ ബോക്സ്. അതിൽ തന്നെ ബോക്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ബോക്സ് കിട്ടും. ഇതിനകത്താണ് മെയിനായിട്ട് പേപ്പറൊക്കെ വരിക. ഇതാണ് നമ്മുടെ ഫോൺ തൽക്കാലം സൈഡ് വെക്കാം. എന്നിട്ട് ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഈ ചെറിയ ബോക്സിനകത്ത് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് ഒരു ചാർജറാണ്. ചാർജർ ബോക്സിനകത്ത് വരുന്നുണ്ട്. ഇതൊരു 33 വാട്ട് ചാർജറാണ്. ഏകദേശം 1 മണിക്കൂറിനകത്ത് ഫുൾ ചാർജ് ആവും. ഓക്കെ, പിന്നെ ഒരു USB കേബിളും കൂടി തന്നിട്ടുണ്ട്. ഇത് മെയിനായിട്ട് വരുന്നത് USB Type C ആണ്. ഇതാണ് നമ്മൾ ഫോണിനകത്ത് കണക്ട് ചെയ്യുക. Type C. മറ്റേ Type A ആണ്. ഇതാണ് ചാർജറിനകത്ത് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബോക്സ് ചെറിയൊരു ബോക്സ് ഉണ്ട്. അതെന്താണെന്ന് ചെക്ക് ചെയ്യാം. ഇതിനകത്താണെങ്കിൽ ഒരു കവറും കൂടി കമ്പനി തരുന്നുണ്ട് ഫോണിന് വെച്ചിട്ട്. പിന്നെ ഒരു സിം ഇജക്ടർ ടൂളാണ്. എല്ലാ ഫോണിനകത്ത് കിട്ടുന്ന പോലെ തന്നെയുള്ള സിം ഇജക്ടർ ടൂൾ. പിന്നെ കുറച്ച് ബുക്ക് പേപ്പറും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ വാറണ്ടി പേപ്പേഴ്സാണ്. പിന്നെ ഈ കവർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊരു റബ്ബർ ടൈപ്പ് കവറാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഒരു യെല്ലോ ഷെയ്ഡൊക്കെ ആവും. എന്നാലും ഇതാണ് നമ്മുടെ ഫോൺ. ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് 6GB 128 ആണ്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം നോക്കുകയാണെങ്കിൽ ഒരു ചാർജിങ് പോർട്ട്, പിന്നെ ഒരു ഹെഡ്ഫോൺ ജാക്ക്, ഒരു ചെറിയൊരു മൈക്രോഫോൺ, പിന്നെ ഒരു സ്പീക്കറാണ്, ബോട്ടം ഫയറിംഗ് സ്പീക്കർ. പിന്നെ ഒരു വലതു ഭാഗത്ത് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതാണ് ഫിംഗർ പ്രിൻറ്റ്, പിന്നെ പവർ ബട്ടൺ ഒന്നിച്ചുള്ളൊരു ബട്ടണാണ്. പിന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ആണ്. പിന്നെ മുകളിലാണെങ്കിൽ ചെറിയൊരു സെക്കൻഡറി മൈക്രോഫോൺ, പിന്നെ ഒരു ഡിസ്പ്ലേ, അതായത് ഫുൾ ഡിസ്പ്ലേ. പിന്നെ മുകളിലൊരു സെക്കൻഡറി സ്പീക്കറും കൂടിയുണ്ട്. ലെഫ്റ്റ് സൈഡാണെങ്കിൽ ഒരു സിം പോർട്ടാണ്. നമുക്ക് സിം ഇജക്ടർ വെച്ച് സിം പോർട്ടൊന്ന് ചെക്ക് ചെയ്യാം. ഇതൊരു ഡുവൽ സിം ഫോണാണ്. ബേസിക്കലി ഒരു ഡുവൽ ഹൈബ്രിഡ് എന്ന് തന്നെ പറയാം. കാരണം ഇതിനകത്ത് ഒരു SD കാർഡും കൂടി നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. SD കാർഡിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 1 TB വരെ സപ്പോർട്ടാണ്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു 2 ക്യാമറയാണ്. ഫസ്റ്റാണ് മെയിൻ ക്യാമറ, 108 മെഗാ പിക്സൽ. സെക്കൻഡ് 2 മെഗാ പിക്സലും. നമുക്ക് ഫോണൊന്ന് ഓൺ ചെയ്ത് ചെക്ക് ചെയ്യാം. ഫോൺ ബൂട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫോണിൻ്റെ UI. ആദ്യം തന്നെ ഇതിനകത്തൊരു ഗ്ലാൻസ് എന്ന് പറഞ്ഞ ഒരു ആഡ് ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഓഫാക്കി ഇടണം, അല്ലെങ്കിൽ ലോക്ക് സ്ക്രീനിലൊക്കെ ആഡ് വന്നുകൊണ്ടിരിക്കും. അത് ഞാൻ സെർച്ച് ചെയ്ത് ജസ്റ്റ് ഒന്ന് സെറ്റിങ്സിൽ ടേൺ ഓഫ് ചെയ്തു, ഗ്ലാൻസ് എന്ന് പറഞ്ഞ്. പിന്നെ വേറെ കുറേ ഇൻബിൽഡ് ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് മാനുവലി ഡിലീറ്റ് ചെയ്യാം. ഞാൻ ഒന്നൊന്നായി ഡിലീറ്റ് ചെയ്യുകയാണ് ഇവിടെ. ഓക്കെ പിന്നെ നമ്മൾ ക്യാമറ സാമ്പിൾ ടെസ്റ്റിംഗ് ആണ്. ഇതാണ് ബാക്ക് ക്യാമറ, അതായത് 108 മെഗാ പിക്സൽ എടുത്ത ഫോട്ടോ. അത്യാവശ്യം നല്ല കളറിങ്ങും എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇതും അതുപോലെ തന്നെ എടുത്തതാണ്. ഇതൊരു പോർട്രേറ്റ് മോഡിൽ എടുത്തതാണ്. പോർട്രേറ്റ് മോഡിൽ എടുക്കുമ്പോൾ അത്യാവശ്യം കളറൊക്കെ ഡിമ്മായ പോലെ ഉണ്ട്, പക്ഷേ പോർട്രേറ്റൊക്കെ അടിപൊളിയാണ്. ഇതാണ് ഫ്രണ്ട് ക്യാമറയിൽ എടുത്തത്. ഏകദേശം 16 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ്. ഇത് നൈറ്റ് ഷോട്ടാണ്, നൈറ്റ് ടൈമത്ത് എടുത്തതാണ്. അത്യാവശ്യം നല്ല ഡീറ്റെയിൽസൊക്കെ വരുന്നുണ്ട്.